നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയൊക്കെ സമ്പാദിച്ചാലും ചിലപ്പോഴൊക്കെ കയ്യിലൊന്നും നിൽക്കാത്തൊരവസ്ഥ വരാറുണ്ട്, ശരിയല്ലേ? വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എത്ര കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാലും അത് വെള്ളം പോലെ ഒഴുകിപ്പോകുന്ന സാഹചര്യം. മനസ്സമാധാനം തേടി നമ്മൾ പല വഴികളിലൂടെയും സഞ്ചരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പൂർവികരും ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുള്ള ചില ലളിതമായ കാര്യങ്ങൾ, അതും വളരെ നിശബ്ദമായി ചെയ്യേണ്ട ചില പുണ്യകർമ്മങ്ങൾ നമ്മുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളവയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരത്തിലുള്ള ആരുമറിയാതെ ചെയ്യേണ്ട, എന്നാൽ നമ്മുടെ തലവര മാറ്റാൻ ശക്തിയുള്ള ഗുപ്തദാനത്തെക്കുറിച്ചാണ്. ഈ ലോകത്ത് ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് ദാനമാണ്. ദാനമെന്ന വാക്കിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ദാനങ്ങൾ, പേരിനും പ്രശസ്തിക്കും വേണ്ടി ഫോട്ടോ എടുത്ത് ചെയ്യുന്ന സഹായങ്ങൾ. സത്യത്തിൽ ഇതിനെ ദാനമെന്ന് വിളിക്കാൻ സാധിക്കില്ല. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുത് എന്ന് പറയാറില്ലേ? അതാണ് യഥാർത്ഥ ദാനത്തിൻ്റെ മഹത്വം. ആരും അറിയാതെ, കൊട്ടിഘോഷിക്കാതെ, ഒരു നിശബ്ദ പ്രാർത്ഥന പോലെ നമ്മൾ ചെയ്യുന്ന ദാനത്തെയാണ് ശാസ്ത്രത്തിൽ മഹാദാനം അഥവാ ഗുപ്തദാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ രഹസ്യമായി ചെയ്യുന്ന ദാനത്തിന് ഫലം 100 മടങ്ങാണ്. അത് ഈ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കുകയും നമ്മുടെ തടസ്സങ്ങളെ നീക്കി സമ്പത്തും ഐശ്വര്യവും വീട്ടിലേക്ക് ഒഴുകിയെത്താൻ കാരണമാവുകയും ചെയ്യും. ജ്യോതിഷശാസ്ത്രപ്രകാരം നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറാനും കടബാധ്യതകൾ തീരാനും വീട്ടിൽ എന്നും ഐശ്വര്യം നിലനിൽക്കാനും ചില പ്രത്യേക സാധനങ്ങൾ രഹസ്യമായി ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഇതാരും അറിയാൻ പാടില്ല. ദാനം ചെയ്യുന്നതിന് മുമ്പോ ചെയ്തതിനു ശേഷമോ ഇതേക്കുറിച്ച് ആരോടും സംസാരിക്കാനും പാടില്ല. അതാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. 1. ഉപ്പ് ദാനം. ഇതിലാദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപ്പ് ദാനം ചെയ്യുന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഉപ്പ്. എന്നാൽ ആത്മീയമായി ഉപ്പിന് വലിയ സ്ഥാനമാണുള്ളത്. സമ്പത്തും സമൃദ്ധിയും വർദ്ധിപ്പിക്കാൻ ഉപ്പ് രഹസ്യമായി ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഉപ്പ് എങ്ങനെയാണോ ഭക്ഷണത്തിന് രുചി നൽകുന്നത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കയ്പുകൾ മാറ്റി മധുരം നൽകാൻ ഈ ഒരു പ്രവൃത്തിക്ക് സാധിക്കും. ആരും കാണാതെ അർഹതപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരൽപ്പം ഉപ്പ് വാങ്ങി നൽകുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുക, എൻ്റെ കഷ്ടപ്പാടുകൾ ഈ ഉപ്പ് പോലെ അലിഞ്ഞില്ലാതാകണമേ എന്ന്. 2. തീപ്പെട്ടി ദാനം. അതുപോലെ തന്നെ പലരും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ജീവിതത്തിൽ ഒന്നിനും ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ. എന്ത് ചെയ്താലും തടസ്സങ്ങൾ, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ. ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായൊരു കാര്യമാണ് തീപ്പെട്ടി ദാനം നൽകുക എന്നത്. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷേ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്ന അഗ്നിയുടെ സ്രോതസ്സാണ് തീപ്പെട്ടി. മറ്റൊരാളുടെ അടുപ്പിൽ തീ പുകയാൻ അല്ലെങ്കിൽ വെളിച്ചം തെളിയാൻ നിങ്ങൾ കാരണമാകുന്നത് വലിയൊരു പുണ്യമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിടുന്നവർ തീപ്പെട്ടി രഹസ്യമായി ദാനം ചെയ്യുന്നത് ആ തടസ്സങ്ങളെ കരിച്ചു കളയാൻ സഹായിക്കും എന്നാണ് വിശ്വാസം. 3. ചെമ്പുകല ദാനം. ഇനി ശിവന്റെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർക്കും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാവുന്ന ഒന്നാണ് ചെമ്പുകല ദാനം ചെയ്യുക എന്നത്. ശിവക്ഷേത്രങ്ങളിൽ ചെമ്പുകല സമർപ്പിക്കുന്നത് അതീവ വിശേഷമാണ്. ഇത് നമ്മുടെ തലമുറകളായി നിൽക്കുന്ന ദോഷങ്ങളെപ്പോലും മാറ്റാൻ ശക്തിയുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഓർക്കുക, ഇതെല്ലാം ചെയ്യേണ്ടത് അതീവ രഹസ്യമായിട്ടായിരിക്കണം. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ മാറ്റിവെച്ച് തികച്ചും വിനീതമായി വേണം ഈ കർമ്മങ്ങൾ ചെയ്യാൻ. ദാനം ചെയ്യുന്നതുപോലെ തന്നെ പ്രധാനമാണ് എപ്പോൾ ദാനം ചെയ്യണം, എപ്പോൾ ചെയ്യാൻ പാടില്ല എന്നത്. ഗുപ്തദാനം ഐശ്വര്യം കൊണ്ടുവരുമെങ്കിൽ ചില സമയങ്ങളിൽ ചില വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ഉള്ള ഐശ്വര്യത്തെ കളയാനും കാരണമാകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സമയം സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സമയമാണ്. സന്ധ്യാസമയം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി വീട്ടിലേക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്നും ഐശ്വര്യം പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല. ജ്യോതിഷികൾ പറയുന്നതനുസരിച്ച് സൂര്യാസ്തമയത്തിന് ശേഷം ഒരിക്കലും പണം ആർക്കും ദാനം ചെയ്യാനോ കടം കൊടുക്കാനോ പാടില്ല. പണമെന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ രൂപമാണ്. സന്ധ്യമയങ്ങി വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഐശ്വര്യമാണ് ആ ദീപനാളം. ആ സമയത്ത് പണം കൈമാറുന്നത് സ്വന്തം വീട്ടിലെ ലക്ഷ്മി ദേവിയെ പടിയിറക്കി വിടുന്നതിന് തുല്യമാണ്. അത് സാമ്പത്തിക തകർച്ചയ്ക്കും ദാരിദ്ര്യത്തിനും വഴിവെക്കും. അതുകൊണ്ട് എത്ര വലിയ ആവശ്യമാണെങ്കിലും സന്ധ്യയ്ക്ക് ശേഷം പണമിടപാടുകൾ ഒഴിവാക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് പാൽ. പാലും പാലുൽപ്പന്നങ്ങളും ചന്ദ്രനുമായും ശുക്രനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒപ്പം അത് ലക്ഷ്മി ദേവിയുമായും വിഷ്ണു ഭഗവാനുമായും ബന്ധപ്പെട്ടതാണ്.
രാത്രികാലങ്ങളിൽ പാൽ മറ്റുള്ളവർക്ക് നൽകുന്നത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം. പണ്ടുള്ളവർ പറയും, സന്ധ്യയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് തൈരോ പാലോ പുറത്തേക്ക് കൊടുത്താൽ ആ വീട്ടിലെ പശുക്കൾക്ക് ദോഷം വരുമെന്ന്. അതിൻ്റെ അർത്ഥം ആ വീട്ടിലെ ഐശ്വര്യം നശിക്കും എന്നു തന്നെയാണ്. അതുകൊണ്ട് അസ്തമയത്തിന് ശേഷം പാൽ ദാനം നൽകുന്നത് ഒഴിവാക്കുക. ഇത് വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പ്രപഞ്ചത്തിൽ ഓരോ പ്രതിഫലനങ്ങളുണ്ട്. നല്ല മനസ്സോടെ ആരും അറിയാതെ ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ പോലും വലിയൊരു കവചമായി നമുക്ക് ചുറ്റും നിൽക്കും. വിശക്കുന്നവന് നൽകുന്ന ഒരു പിടി അന്നം, അല്ലെങ്കിൽ ഇരുട്ടിൽ നിൽക്കുന്നവന് നൽകുന്ന ഒരു കൈ വെളിച്ചം, ഇതൊക്കെയാണ് യഥാർത്ഥ ഈശ്വരാരാധന. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഫലം ചെയ്യും കണ്ണീരൊഴുക്കുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ദാനം രഹസ്യമായിരിക്കണമെന്ന് മാത്രം. വലതിലൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ അഥവാ ഞാൻ ചെയ്തു എന്ന ഭാവം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. എപ്പോഴാണോ നമ്മൾ ചെയ്ത സഹായം പറഞ്ഞു നടക്കുന്നത്, അപ്പോൾ തന്നെ അതിൻ്റെ പുണ്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയും സമാധാനവും ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഉപ്പ്, തീപ്പെട്ടി തുടങ്ങിയവ രഹസ്യമായി ദാനം ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ കയ്പും ഇരുട്ടും മാറ്റി മധുരവും വെളിച്ചവും നിറയ്ക്കും. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് പണം, പാൽ എന്നിവ കൈമാറാതിരിക്കാനും ശ്രദ്ധിക്കുക. നമ്മുടെ പൂർവികർ പകർന്നു തന്ന ഈ അറിവുകൾ വെറും അന്ധവിശ്വാസങ്ങളല്ല, മറിച്ച് പ്രകൃതിയുടെയും ഊർജത്തിൻ്റെയും ശാസ്ത്രമാണ്. ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കൂ, മാറ്റങ്ങൾ അനുഭവിച്ചറിയൂ. ഐശ്വര്യപൂർണമായൊരു ജീവിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓരോ നക്ഷത്രഫലങ്ങളും ആത്മീയമായ അറിവുകളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്താൻ ആസ്ട്രോ ടോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ദയവായി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. നിങ്ങളുടെ ഓരോ കമൻറ്റും കൂടുതൽ നല്ല വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കും. മറക്കാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.